Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ യൂട്യൂബാണ് വീഡിയോ കാണാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് അറിയാത്ത കുറച്ച് ടിപ്സ് ഉണ്ട്. അറിയാത്തതുണ്ട്, അറിയാവുന്നതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനകത്ത് കുറേ വീഡിയോസ് കാണാം. അപ്പോൾ നമുക്ക് ചില വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറവലൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ അത്തരത്തിൽ വരുന്ന വീഡിയോസ് നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് നമ്മൾ ജനറലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് നമുക്കിവിടെ റെസ്ട്രിക്ഷൻ മോഡ് കാണിക്കും. ഈ റെസ്ട്രിക്റ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിനകത്ത് നമുക്ക് എക്സ്പ്ലോർ പേജ് അറിയാം, അതായത് ട്രെൻഡിങ് സെഷൻ. ട്രെൻഡിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോസ് എല്ലാം ഇന്ത്യ ബേസിലാണ് വരുന്നത്. എന്നാൽ മറ്റ് കൺട്രിയിലൊക്കെ ട്രെൻഡിങ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ജനറലിനകത്ത് ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷൻ നമ്മൾ മാറ്റി വേറെ ഏത് ലൊക്കേഷൻ കൊടുത്താലും ആ ലൊക്കേഷനുള്ള വീഡിയോസ് നമുക്ക് ട്രെൻഡിങ് സെഷനിൽ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ലൊക്കേഷൻ കൊടുക്കുകയാണ്. ഓസ്ട്രേലിയ കൊടുക്കാം. ഓസ്ട്രേലിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഇവിടെ ട്രെൻഡിങ് സെഷനിൽ കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പം നമുക്ക് വീഡിയോ മുന്നോട്ടും ബാക്കിലോട്ടും ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഡബിൾ ടാപ്പ് ആണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് അവിടെ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയിട്ട് താഴെയായിട്ട് ആക്സസിബിലിറ്റി ഉണ്ട്. ആക്സസിബിലിറ്റി എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഹൈഡ് പ്ലെയർ കണ്ടന്റ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ 3 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ ആക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹോട്ട്സ്റ്റാറിലും നെറ്റ്ഫ്ലിക്സിലും കാണപ്പെടുന്ന പോലെ ബട്ടൺ വരും. 10 സെക്കൻഡ് മുന്നോട്ടും ബാക്കിലോട്ടും ചെയ്യാനുള്ള. നമുക്ക് 10 സെക്കൻഡ് മാറ്റി വേറെ 7 സെക്കൻഡുകളും കൊടുക്കാം. 5 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊടുക്കാൻ സാധിക്കും. നമ്മൾ സെറ്റിംഗ്സിനകത്ത് തന്നെ ഉണ്ട് 5ഓ 10ഓ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലോസ് ആവും. എന്നാൽ ക്ലോസ് ആവാതെ നമുക്കതൊരു പോപ്പപ്പ് വിൻഡോ ആയിട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ യൂട്യൂബ് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുക. ക്രോമിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരുക്കാൻ ശ്രദ്ധിക്കുക, ക്രോമിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോവുക. ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് ഏതൊരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഒരു പോപ്പപ്പ് വിൻഡോ ആയിട്ട് പ്ലേ ആവും. അതാണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് അതിനുശേഷം ആ വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഞാൻ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പോപ്പപ്പ് വിൻഡോ ആയിട്ട് പ്ലേ ആവും. സോ നല്ല യൂസ്ഫുൾ ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഫോണിനകത്ത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിനകത്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കത് ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനുവേണ്ടി നമ്മളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം അത് ഗൂഗിൾ ക്രോമിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ലിങ്ക് എഡിറ്റ് ചെയ്തിട്ട് .com എന്ന് എഴുതിയതിന് മുന്നിലായിട്ട് PP എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്താൽ നമ്മൾ വേറെ വെബ്സൈറ്റിൽ വരും. ആ വെബ്സൈറ്റിനകത്ത് നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസ് പല വെർഷനിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.